സജ്ജനങ്ങളെ നമസ്തേ. രാമായണത്തിൻ്റെ കാലിക പ്രസക്തി 13-ാം ദിവസത്തെ ലഘുപ്രഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യാകാന്ഡത്തിൽ വാൽമീകി ആശ്രമപ്രവേശം എന്ന ഭാഗത്ത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വാൽമീകിയോടായിട്ട് ചോദിക്കുന്നുണ്ട്. സീതയും ലക്ഷ്മണനും ആയിട്ടാണ് ശ്രീരാമൻ ആശ്രമത്തിൽ വനവാസത്തിൻ്റെ ഭാഗമായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും താമസിക്കാനൊരിടം തരണം എന്നാണ് വാൽമീകിയോട് ആവശ്യപ്പെടുന്നത്. യാതൊരിടത്ത് സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്ന് അരുൾ ചെയ്യണം. അപ്പോൾ എവിടെയാണ് സീതയോടൊപ്പം സുഖമായിട്ട് വസിക്കാൻ കഴിയുന്നത്? വസിക്കാൻ എനിക്കൊരു സ്ഥലം വേണം എന്ന് വാൽമീകിയോട് പറയുന്നു. അതിന് വാൽമീകി പറയുന്ന മറുപടിയാണ് ശരിക്കും അതിശയകരമായിട്ടും അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങൾ. ഭഗവാൻ എവിടെയാണ് വസിക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് വസിക്കുന്നത്? വാൽമീകി പറയുന്നത്, അല്ലയോ ഭഗവാനെ, സർവലോകങ്ങളും നിങ്കലല്ലേ വസിക്കുന്നത്? അങ്ങ് എന്നോട് ചോദിക്കുകയാണ് അങ്ങേക്ക് ഇരിക്കാനൊരു സ്ഥലം വേണമെന്ന്. സർവലോകങ്ങളും നിങ്ങളിലാണ്. സർവലോകേഷു നീയും വസിച്ചിടുന്നു. സർവലോകങ്ങളും നിന്നിലാണ്. സർവ ലോകത്തിലും നീ വസിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈശ്വരൻ എല്ലായിടത്തുമുണ്ട്, എല്ലായിടവും ഈശ്വരനിലുമുണ്ട്. അപ്പോ അങ്ങ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് വളരെ രസകരമായിരിക്കുകയാണ്. ഇനി എങ്ങനെയുള്ളവരിലാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള സ്ഥലത്താണ് അങ്ങ് വസിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നോക്കുക, ഈശ്വരൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ്. സന്തുഷ്ടരായി സമസൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ നമ്മുടെ സ്വാന്തം നിനക്ക് സുഖവാസമന്ദിരം. വളരെ സന്തുഷ്ടരായിട്ട്, എപ്പോഴും വളരെ സന്തോഷവാന്മാരായിട്ട്, സമസൃഷ്ടികളായിട്ട്, എല്ലാ ജന്തുക്കളിലും ദ്വേഷം ഇല്ലാത്തവരില് വളരെ ശാന്തരായിട്ട് നിന്നെ ഭജിക്കുന്നവരുടെ മനസ്സിലാണ് ഭഗവാനെ അങ്ങയുടെ സുഖവാസമന്ദിരം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ അങ്ങയെ ഭജിക്കുന്ന സൗമ്യരായിട്ടുള്ള, ശാന്തരായിട്ടുള്ള, സന്തുഷ്ടരായിട്ടുള്ള, എല്ലാവരിലും ദ്വേഷം ഇല്ലാത്ത ജനങ്ങളുടെ മനസ്സിലാണ് അങ്ങയുടെ മന്ദിരം, അല്ലെങ്കിൽ ആ മനസ്സാണ് അങ്ങയുടെ മന്ദിരം. പിന്നോ നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ച് ഭക്തിയാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിടുന്ന മന്ദിരം. ധർമാധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച്, സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം വ്രജ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. എല്ലാം ഉപേക്ഷിച്ച് ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജത്തിൽ ആരിരിക്കും? ചിത്തസരോജം ഭവാൻ ഇരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം. അവരുടെ ചിത്തസരോജത്തിൽ ഭഗവാൻ ഇരിക്കും. ഇത് തന്നെ എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിലും പറയുന്നുണ്ട്, ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ചിത്തത്തിൽ അച്യുത കളിപ്പന്തലിട്ട് വിളയാടിയിടുക. ഭഗവാനെ, അങ്ങന്റെ ചിത്തത്തിൽ വന്നൊരു കളിപ്പന്തലിട്ട് അവിടെ വിളയാടണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെയും പറയുന്നു എന്താണ്? ആ ചിത്തസരോജത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അത് ഭഗവാന്റെ മന്ദിരമാണ്. പിന്നോ നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ച് നിർദ്വന്ദ്വരായി, നിസ്പൃഹരായി, നിരീഹരായി
ത്വന്മന്ത്രജാപകരായുള്ള മാനുഷർ തന്മന പങ്കജം തേ സുഖമന്ദിരം. എന്നും നിന്നെ ശരണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന, ഭേദഭാവങ്ങളില്ലാത്ത, രണ്ടെന്ന ഭാവമില്ലാത്ത, അങ്ങയുടെ മന്ത്രം മാത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന, രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മനപ്പങ്കജത്തിൽ അങ്ങ് വസിക്കും. അവരുടെ മനപ്പങ്കജം അങ്ങയുടെ മന്ദിരമാണ്. പിന്നെയോ, ശാന്തന്മാരായി നിരഹങ്കാരികളുമായി, ശാന്തരാഗദ്വേഷമാനസന്മാരുമായി, ലോഷ്ടാശ്മകാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. ഇവിടെ എങ്ങനെയൊക്കെ ഉള്ളവരിലാണ് ഈശ്വരൻ വസിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ശാന്തന്മാരായിട്ട്, നിരഹങ്കാരികളായിട്ട്, ശാന്തരാഗദ്വേഷമാനസന്മാരായിട്ട്, അതായത് ശാന്തമായിട്ട്, രാഗവും ദ്വേഷവും ഇല്ലാത്തവര്, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നോ ലോഷ്ടാശ്മകാഞ്ചന തുല്യമതികള്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് സമലോഷ്ടാശ്മകാഞ്ചന, അതായത് സ്വർണവും മണ്ണും കല്ലും ഒരുപോലെയാണ്. ഒരുപോലെ അല്ലേ? കല്ലും കരിക്കട്ടയും മണ്ണും ഒക്കെ, സ്വർണവും ഒക്കെ ഒരുപോലെ കരുതുന്നവരിലാണ് അങ്ങനെയുള്ള ശ്രേഷ്ഠമതികളുടെ മനസ്സ് അങ്ങയുടെ മന്ദിരമാണ് എന്ന് പറയുന്നു. പിന്നോ നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ച് നിങ്കലേ ദത്തമായൊരു മനസ്സൊടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം. എല്ലാ കർമ്മങ്ങളും നിന്നിൽ സമർപ്പിച്ച് നിന്നിൽ നിന്ന് ദത്തമായ ആ മനസ്സോടെ സന്തുഷ്ടരായിട്ട് മരുവുന്നവരുടെ മനസ്സ് അങ്ങയുടെ സുഖവാസ മന്ദിരമാണ്. അവരുടെ മനസ്സിൽ അങ്ങയ്ക്ക് വസിക്കാം. പിന്നെയോ ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷമില്ലൊട്ടും, ഇഷ്ടേതരാപ്തിക്കനുതാപവുമില്ല, സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യ മനസ്തവവാസായ മന്ദിരം. ഇപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ സാധിക്കുമ്പോൾ ഉണ്ടാവരുത്, അനിഷ്ടങ്ങൾ ഉണ്ടാവുമ്പം ദുഃഖവും ഉണ്ടാവരുത്. എല്ലാം മായയാണെന്ന് ചിന്തിച്ചുകൊണ്ട് കഴിയുന്ന ആൾക്കാരുടെ മനസ്സ് അങ്ങയുടെ സുഖവാസ മന്ദിരമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സന്തോഷം വരുമ്പോൾ നമ്മൾ അധികം എന്ത് ചെയ്യരുത്, പൊങ്ങിച്ചാടരുതെന്ന് പറയും. ദുഃഖം വരുമ്പോൾ കരയുകയും ചെയ്യരുത്. രണ്ടും ജീവിതത്തിലുള്ളതാണ്. അപ്പൊ അതിനെ രണ്ടിനെയും നമുക്ക് തുല്യമായി തന്നെ കാണാൻ കഴിയണം. ദുഃഖത്തെയും സുഖത്തെയും സമമായി കാണാൻ കഴിയുന്നവരിൽ തീർച്ചയായിട്ടും ഈശ്വരൻ വസിക്കും എന്നാണ് പറയുന്നത്. പിന്നോ ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളൂ, ക്ഷുതൃഭയ സുഖ ദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കിൽ ആത്മാവിനില്ലേതും, ഇത്തമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. അപ്പൊ ഇവിടെ ഷഡ്ഭാവഭേദ വികാരങ്ങൾ, ഷഡ്ഭാവങ്ങള് അത് ശരീരത്തിനേ ഉള്ളൂ. ജനനം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം. ഈ പറഞ്ഞ 6 ഭാവഭേദങ്ങള് ശരീരത്തിനാണ്. ഇതൊന്നും ആത്മാവിനില്ല. അതുപോലെ വിശപ്പ്, ദാഹം, സുഖം, ദുഃഖം, ഭയം, ഇതൊക്കെ ആത്മാവിനുള്ളതല്ല, ശരീരത്തിന് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞതെല്ലാം എന്ന് ശരിയായിട്ട് മനസ്സിലാക്കി അങ്ങയെ ഭജിക്കുന്നവരുടെ ചിത്തം അങ്ങയുടെ സുഖവാസ മന്ദിരം തന്നെയാണ് ഭഗവാനെ എന്നാണ് വാൽമീകി മഹർഷി പറയുന്നത്. പിന്നോ യാതൊരുത്തൻ ഭവന്തം പരം ചിത്ഘനം വേദസ്വരൂപം അനന്തമേകം സദാം, വേദാന്തവേദ്യം ആദ്യം ജഗത്കാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം, സർവഗുഹാശയസ്ഥം സമസ്താധാരം സർവഗതം പരമാത്മാനമലേപകം, വാസുദേവം വരദം വരേണ്യം ജഗദ്വാസിനാം ആത്മനാ കാണുന്നതും സദാ, തസ്യ ചിത്തേ ജനകാത്മജയാ സമം നിസ്സംശയം വസിച്ചിടുക ശ്രീപദേ. അപ്പോ വേദസ്വരൂപന്മാരായിട്ടുള്ള, വേദാന്തവേദ്യനായിട്ടുള്ള, ജഗത്കാരണനായിട്ടുള്ള
അങ്ങ് എന്ത് വേണം? എല്ലാ ജഗദ്വാസികളിലും അങ്ങ് ഉണ്ട്, എപ്പോഴും ഉണ്ട്. സീതയോടൊപ്പം യാതൊരു സംശയവും വേണ്ട. ഈ പറഞ്ഞവരിലൊക്കെ എന്ത് ചെയ്യാം? അങ്ങയ്ക്ക് വസിക്കാം. അങ്ങയെ ഇത്തരത്തിലൊക്കെ കാണുന്നവര്, വേദാന്തവേദ്യനായിട്ടും ജഗത്കാരണനായിട്ടും നാദാന്തരൂപനായിട്ടും പരബ്രഹ്മമായിട്ടും അച്യുതനായിട്ടും ഒക്കെ കാണുന്നവരുടെ ഉള്ളിൽ അങ്ങയ്ക്ക് തീർച്ചയായിട്ടും വസിക്കാം. പിന്നോ സന്തതാഭ്യാസ ദൃഢീകൃത ചേതസാം സന്തതം ത്വൽപാദസേവാരതാത്മനാം സന്തതം ത്വന്നാമമന്ത്ര ജപശുചി സന്തോഷചേതസാം ഭക്തിദ്രവാത്മനാം അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്താമണേ ദയാവാരിധേ. അപ്പോ അങ്ങ് തീർച്ചയായിട്ടും എല്ലാവരിലും, അങ്ങയുടെ നാമം ജപിക്കുന്നവരുടെ ഉള്ളില്, അതുപോലെ ശുചിത്വവും സന്തോഷവും ഉള്ളവരുടെ മനസ്സില് അന്തർഗതനായിട്ട് നീ സീതയോടൊപ്പം വസിക്കുക ഭഗവാനെ എന്നാണ് വാൽമീകി പറയുന്നത്. അപ്പൊ ഇവിടെ വാൽമീകിയുടെ ആ വാക്കുകൾ നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാവുന്നതാണ്. കാരണം ആരിലാണ് അല്ലെങ്കിൽ എവിടെയാണ് ഭഗവാൻ വസിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് വാൽമീകി വളരെ കൃത്യമായിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും ഇത് വാൽമീകിയുടെ വാക്കുകൾ എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഓരോരുത്തരും ഭഗവാനെ എങ്ങനെ കാണണം, എവിടെ ഇരുത്തണം എന്നുള്ളത് ഇതിലൂടെ നമ്മൾ ശരിയായ രീതിയിൽ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. രാമായണത്തിൻ്റെ കാലിക പ്രസക്തി എത്ര പറഞ്ഞാലും അവസാനിക്കില്ല. നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം ചർച്ച ചെയ്യാം, വിശകലനം ചെയ്യാം, മനസ്സിലാക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.